ആകാശവാണി വാർത്താ വീക്ഷണം. കർക്കടകവാവ് പൈതൃക സ്മരണയും പ്രകൃതിബോധവും. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമ പ്രവർത്തകൻ. അവതരണം നരേന്ദ്രമോഹൻ. കേരളത്തിൽ ഹൈന്ദവാചാര പ്രകാരമുള്ള സവിശേഷമായ കർക്കടകവാവ് ഇന്ന് വിപുലമായി ആചരിക്കപ്പെട്ടു. സംസ്ഥാനത്ത് മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമുള്ള മലയാളികളായ വിശ്വാസികൾ കർക്കടകവാവ് ദിനത്തിൽ പൂർവിക സൂര്യകൾക്ക് ബലിതർപ്പണവും അന്നദാനവും മറ്റു പരിപാടികളും നടത്തി. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസത്തിലാണ് വിശ്വാസികൾ കർക്കിടകവാവ് ആചരിക്കുന്നത്. ദക്ഷിണായന കാലത്തിലെ ആദ്യത്തെ കറുത്തവാവാണ് കർക്കിടകവാവായി കണക്കാക്കുന്നത്. ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കുമുള്ളതാണെന്നാണ് വിശ്വാസം. കറുത്തപക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നതായും ഈ ദിനത്തിൽ പിതൃതർപ്പണം നടത്തുന്നത് സവിശേഷമായും കണക്കാക്കപ്പെടുന്നു. മൺമറഞ്ഞ പിതൃക്കൾക്കും പൂർവികർക്കും ബലിതർപ്പണം നടത്തുകയും അവരുടെ ആത്മാവിന് നിത്യശാന്തി കൈവരിക്കാനുള്ള പ്രാർത്ഥന നടത്തുകയുമാണ് വിശ്വാസികൾ ഈ ദിനത്തിൽ ചെയ്യുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ പിതൃസ്മരണയ്ക്കും പൈതൃക ആരാധനയ്ക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. മുൻഗാമികളുടെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്ന ജീവിതമാണ് തങ്ങളുടേതെന്ന വിശ്വാസം ഓരോ വിശ്വാസികളിലും അലിഞ്ഞു ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ പിതൃകർമ്മങ്ങൾക്ക് വിശ്വാസാചാരങ്ങളിൽ വലിയ സ്ഥാനമുണ്ട്. അമാവാസി ദിനത്തിൽ പിതൃക്കളുടെ ആത്മാവ് ഭൂമിയിലേക്ക് വരുന്നതായും എള്ളും ജലവും അന്നവും കറുകപ്പുല്ലും തുളസിയും നൽകുക വഴി ആത്മാക്കൾ സംതൃപ്തരാവുന്നതായും ഹൈന്ദവ വിശ്വാസികൾ കരുതുന്നു. ചന്ദ്രൻ പൂർണ്ണമായും അദൃശ്യമാകുന്ന അമാവാസിയിൽ പിതൃലോകവുമായി വിശ്വാസികൾക്ക് ആത്മീയ ബന്ധം സ്ഥാപിക്കാനാകുമെന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബലികർമ്മത്തിലൂടെ പിതൃദോഷങ്ങൾ അകലുന്നതായും സമ്പത്തും ഐശ്വര്യവും മനസമാധാനവും സന്തതി പരമ്പരകളുടെ ക്ഷേമവും കൈവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പിതൃക്കളുടെ അനുഗ്രഹത്താൽ കുടുംബത്തിലും സമൂഹത്തിലും ദാരിദ്ര്യവും അശാന്തിയും ഇല്ലാതാകുമെന്നും വിശ്വാസികൾ കരുതിപ്പോരുന്നു. മരണപ്പെട്ട ബന്ധുമിത്രാദികൾക്കായി വ്യത്യസ്ത ദിനങ്ങളിൽ ബലികർമ്മം നടത്താറുണ്ടെങ്കിലും അമാവാസി ദിനത്തിലെ ബലി സവിശേഷമായി കണക്കാക്കപ്പെടുന്നു. കർക്കിടകവാവ് ദിനത്തിൽ സൂര്യോദയത്തിനു മുൻപായി വിശ്വാസികൾ ഉണരുകയും പുണ്യതീർത്ഥങ്ങളിലോ ജലാശയങ്ങളിലോ മുങ്ങിക്കുളിച്ച ശേഷം ഉപവാസത്തോടെ ബലികർമ്മം നിർവഹിക്കുകയുമാണ് ചെയ്യുന്നത്. ബലികർമ്മം നടത്തുന്നവർ കറുത്തവാവിന് തലേദിവസം മുതൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. ബലിത്തറയിൽ ദർഭപ്പുല്ല് വിരിച്ച് എള്ളും പൂവും അരിയും ജലവും മന്ത്രോച്ചാരണത്തോടെ ബലിപിണ്ഡം അർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. മാതൃ പിതൃകുലത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും ഗുരുവിന്റെ കുലത്തിൽ നിന്നും വേർപെട്ടു പോയവർക്കും സകല ബന്ധുമിത്രാദികൾക്കും വേണ്ടിയും ഉറ്റവരും ഉടയവരുമില്ലാത്തവർക്കും ഗർഭപാത്രത്തിൽ വെച്ച് മരണപ്പെട്ടു പോയവർക്കും അറിവിൽപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും വേണ്ടിയും ബലി സമർപ്പിക്കുന്നു എന്ന മന്ത്രത്തോടെയാണ് ബലികർമ്മം നടത്തുന്നത്. ഇത്തരം ചടങ്ങുകൾക്ക് പുരോഹിതർ കാർമ്മികത്വം വഹിക്കുന്നു. യഥാവിധി ബലിതർപ്പണം നടത്തിയ ശേഷം സമീപ ക്ഷേത്ര ദർശനം നടത്തി പൂർവികരുടെ ആത്മാവിന്റെ മോക്ഷത്തിനായി പ്രാർത്ഥന നടത്തുന്നതോടെയാണ് ബലികർമ്മം പൂർത്തിയാകുന്നത്. സംസ്ഥാനത്ത് ആലുവ, മണപ്പുറം, തിരുനാവായ, തിരുവല്ലം, വർക്കല, പാപനാശം, തിരുനെല്ലി, പെരുമ്പാവൂർ, ചേലാമറ്റം, ശംഖുമുഖം തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ പിതൃതർപ്പണം നടത്തി. ബലിതർപ്പണത്തിന് എത്തുന്നവർക്കായി വിവിധ ജില്ലകളിൽ അധിക ഗതാഗത സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിരുന്നു. കേരളത്തിന് പുറത്ത് രാമേശ്വരം, കാശി എന്നിവിടങ്ങളിലും ബലി സമർപ്പണ കർമ്മം ഉണ്ടായി. പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ നദീതീരങ്ങളിലും കടൽ തീരത്തും നൂറുകണക്കിന് ആളുകൾ കർക്കിടകവാവ് ബലി നടത്തിയിട്ടുണ്ട്. ചിലർ വീടുകളിലും തറവാടുകളിലും ബലിതർപ്പണം നടത്തി. കേവലം മതപരമായ ആചാരമായി മാത്രമല്ല, മൺമറഞ്ഞു പോയ പൂർവികരെ സ്മരിക്കാനും അവരുടെ ഓർമ്മകളിലൂടെ കുടുംബ കൂട്ടായ്മ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും കർക്കിടകവാവ് ദിനം ഹേതുവാകുന്നുണ്ട്. പൂർവികരെ സ്മരിക്കുക വഴി അവരുടെ ജീവിതം ഓർമ്മിക്കുക മാത്രമല്ല, മറിച്ച് അവരും അവരുടെ പിൻതലമുറയും വഴികാട്ടിയ ജീവിതപാതയും സാമൂഹിക ബോധവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് കൈമാറുക എന്ന ഉദാത്തമായ സംസ്കാര തുടർച്ചയ്ക്കും ഇത്തരം ചടങ്ങുകൾ കാരണമാകുന്നു. ഒരു ദിനം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ല, മറിച്ച് ഏറെക്കാലത്തെ കഠിനമായ പരിശ്രമങ്ങളും ത്യാഗങ്ങളും നിമിത്തമാണ് തങ്ങൾ ഇന്നു കാണുന്ന പരിസരം പൂർവികർ സൃഷ്ടിച്ചെടുത്തത് എന്ന സ്മരണ ഭാവിയിലേക്കുള്ള കരുതൽ കൂടിയാണ്. പൂർവികരെ സ്മരിക്കുക എന്നത് അവരുടെ കാലത്ത് സംരക്ഷിക്കപ്പെട്ട പ്രകൃതിയെ കേടുകൂടാതെ അടുത്ത തലമുറയ്ക്കും കൈമാറുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുക കൂടിയാണ്. കർക്കിടകവാവ് പൂർവികരെ സ്മരിക്കുന്ന ഒരു ആചാരം എന്നതിനൊപ്പം പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുന്ന അവസരം കൂടിയാണ്. കർക്കിടകവാവ് ദിനത്തിലെ പിതൃതർപ്പണം പ്രകൃതിയുമായി മനുഷ്യൻ അത്രമേൽ സമന്വയിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങുകൂടിയാണ്. ജലത്തെ സാക്ഷിയാക്കി പിതൃക്കൾക്ക് സമർപ്പണം സമർപ്പിക്കുന്ന ബലികർമ്മത്തിൽ ജലത്തിന് പവിത്രമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ജലത്തിലൂടെ സമർപ്പണം അർപ്പിക്കുന്നത് പിതൃക്കളോടുള്ള ആദരവിന്റെ പ്രതീകമെന്നാണ് വിശ്വാസം. ഭാരതീയ സംസ്കാരത്തിൽ ജലം ശുദ്ധിയുടെയും ജീവന്റെയും തുടർച്ചയുടെയും പ്രതീകമാണ്.
ജലമാണ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രഭവ കേന്ദ്രം. ജലമില്ലാതെ മനുഷ്യനോ മറ്റ് ജീവജാലങ്ങൾക്കോ അതിജീവനം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ജലത്തിന്റെ പവിത്രതയും ആവശ്യകതയും സംരക്ഷണവും മനസ്സിലേറ്റുന്ന ദിവസം കൂടിയാണ് വാവുബലി ദിനം. പൂർവികർക്കായുള്ള ബലികർമ്മത്തിൽ ജലത്തിന്റെ സാന്നിധ്യം പോലെ തന്നെ ജലാശയങ്ങളും സമുദ്രതീരങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കേരളത്തിൽ ആലുവ, മണപ്പുറം, തിരുനാവായ, തിരുനെല്ലി, തിരുവല്ലം, വർക്കല, പാപനാശം തുടങ്ങിയ ജലാശയ തീർത്ഥകേന്ദ്രങ്ങൾ കർക്കിടകവാവ് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നതും പ്രശസ്തി നേടിയതും ഇതുകൊണ്ടുകൂടിയാകണം. നദീതീരങ്ങളിലാണ് സംസ്കാരങ്ങൾ പിറന്നതും വളർന്നതും. മഴയും കാലാവസ്ഥയും കാർഷിക വൃത്തിയും മനുഷ്യകുലത്തിന്റെ പരിണാമഘട്ടത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. ജലത്തിനു ചുറ്റും നാഗരികത വളരുക മാത്രമല്ല, വിശ്വാസങ്ങളും ആചാരങ്ങളും വേരുറപ്പിക്കുകയും ചെയ്തു. മനുഷ്യവികാസത്തിന്റെ പ്രാരംഭ ദിശ മുതൽ ജലവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങളും അത്രമേൽ രൂഢമൂലമായിരുന്നു എന്നത് ചരിത്ര വസ്തുതകൾ കൂടിയാണ്. കർക്കിടകത്തിന്റെ വരവോടെ പ്രകൃതി പുഷ്കലമാവുകയാണ്. കൊടും വേനലിൽ വരണ്ടുടങ്ങിയ മണ്ണിലേക്ക് മഴനൂലുകൾ വീഴുമ്പോൾ അത് സകല ചരാചരങ്ങൾക്കും പുതുജീവൻ പകരുകയാണ്. പുൽക്കൊടി മുതൽ പൂങ്കാവനം വരെ കർക്കിടകത്തിൽ തഴച്ചുല്ലസിച്ച് വളരുന്ന കാഴ്ച കണ്ണിനും മനസ്സിനും സദാ കുളിർമ പകരുന്നു. കർക്കിടകം ഒരു സംസ്കൃതിയുടെ വിളംബരം കൂടിയായി മാറുകയാണ് ഇവിടെ. സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മഴക്കാലങ്ങളിലൊന്നാണ് കർക്കിടകം. അരുവികളും തോടുകളും പുഴകളും കുളങ്ങളും നിറയുകയും പ്രകൃതി പച്ചപ്പട്ടണിയുകയും ചെയ്യുന്ന കാലമാണ് ഇത്. പ്രകൃതിയുടെ ഇത്തരമൊരു സവിശേഷ ഭാവത്തിനിടയിലാണ് പൂർവിക സ്മരണയിൽ ആളുകൾ ബലിതർപ്പണത്തിനായി നദീതീരങ്ങളിൽ എത്തുന്നത്. കാർഷിക വൃത്തിക്ക് നല്ല തുടക്കമാവുന്ന കാലം കൂടിയാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ കർക്കിടക വാവ് പ്രകൃതിയെയും മനുഷ്യനെയും പൂർവിക സ്മരണയെയും ബന്ധിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പൈതൃക സന്ദർഭമായി മാറുകയാണ്. മനുഷ്യനും പ്രകൃതിയും ഒപ്പം പൂർവിക സ്മരണകളും സമ്മേളിക്കുന്ന ഇത്തരം മഹനീയ ചടങ്ങുകളുടെ പവിത്രത കെട്ടുപോവാതെ സൂക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ സാംസ്കാരിക തുടർച്ചയ്ക്ക് അനിവാര്യമാണ്. പ്രകൃതിയുടെ പരിശുദ്ധി മലിനമാക്കാതെ വേണം ഇത്തരം ചടങ്ങുകൾ നടത്തേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ പലയിടങ്ങളിലും കർക്കിടക വാവുബലിക്കു ശേഷം മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതായി കാണാം. സന്നദ്ധ പ്രവർത്തകരും തദ്ദേശ സ്ഥാപനങ്ങളും സംഘടിതമായി ഇത്തരം കേന്ദ്രങ്ങളിൽ ശുചീകരണം നടത്തുന്നത് പതിവ് കാഴ്ചയാണ്. വാവുബലിക്കെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനനുസൃതമായ മാലിന്യ സംസ്കരണ നിയന്ത്രണ സംവിധാനങ്ങൾ കൂടി ഒരുക്കാൻ അധികൃതർ ശ്രദ്ധ നൽകാറുണ്ട്. എന്നാൽ അപ്പോഴും ചടങ്ങുകൾക്ക് ശേഷം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നദീതീരങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും വലിച്ചെറിയുന്നവർ ഒട്ടും കുറവല്ല. ബലി സമർപ്പിക്കുന്ന ജലാശയങ്ങളുടെ നദീതീരങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ബലികർമ്മത്തിന് ജലം വിശുദ്ധമായി കണക്കാക്കുന്നവർ തന്നെ ചടങ്ങുകൾക്ക് ശേഷം ഒരു സങ്കോചവുമില്ലാതെ മാലിന്യം വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. പ്ലാസ്റ്റിക്, പൂജാ സാമഗ്രികൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയവ നദികളിലും കടലിലും ഉപേക്ഷിക്കുന്നത് ആചാരത്തിന്റെ അന്തസ്സിനും പവിത്രതയ്ക്കും എതിരാണെന്ന സാമാന്യ ബോധം പോലും ഇത്തരക്കാർ കാണിക്കാറില്ല. പൂർവികർ നമുക്ക് കൈമാറിയത് സ്വത്തുക്കളും സമ്പത്തും പ്രശസ്തിയും മാത്രമല്ല, അവർ പരിപാലിച്ച പ്രകൃതി കൂടിയാണ്. പുഴകളും കായലുകളും നീരുറവകളും കുന്നുകളും വയലുകളും കാടുകളും അവർ നമുക്ക് വേണ്ടി കരുതി വച്ചത് പ്രകൃതിയോടും മനുഷ്യരോടുമുള്ള കരുതലിന്റെ ഭാഗമായാണ്. പൂർവികരെ സ്മരിക്കുന്ന വേളയിൽ അവർ നമുക്കായി കൈമാറിയ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനും വരും തലമുറയ്ക്ക് കൈമാറാനുമുള്ള ബാധ്യതയും സമൂഹത്തിനുണ്ട്. കർക്കിടകവാവ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, തലമുറകളായുള്ള ജീവിത തുടർച്ചയെക്കുറിച്ചു കൂടിയാണ്. ജലത്തെ സാക്ഷിയാക്കി പൂർവിക സ്മരണ നടത്തുന്ന ഒരു ആചാരം അതേ ജലത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുകയാണ് കർക്കിടകവാവ് ദിനത്തിൽ വേണ്ടത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കർക്കിടകവാവ് പൈതൃക സ്മരണയും പ്രകൃതിബോധവും തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ.